മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ ദൈവം ഇറങ്ങി വസിക്കുന്ന സ്വർഗതുല്യമായ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അകപ്പറമ്പ് വിശുദ്ധ ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് ഇടവകയിൽപ്പെട്ട പയ്യപ്പള്ളി കുടുംബമാണ്. വറീതി ചേട്ടൻ 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ജീവിത പങ്കാളി അമ്മ അന്നക്കുട്ടി ജീവിച്ചിരിക്കുന്നു. അവർക്ക് ദൈവം 9 മക്കളെ നൽകി. അതിൽ 2 മക്കൾ മരിച്ചു. എങ്കിലും 2 പെൺമക്കൾ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് ജോസഫ് ഓഫ് സെൻറ് മാർക്ക് സഭയിലെ സമർപ്പിത ജീവിതം നയിക്കുന്ന മക്കളാണ്. സ്വർഗതുല്യമായ ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് പയ്യപ്പള്ളി അന്നംകുട്ടി വറീദിന്റെ ഭവനം. എറണാകുളം ജില്ലയിലെ അകപ്പറമ്പാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് പോത്താസിസ് ആൻഡ് ഗർവാസിസ് ചർച്ച് അകപ്പറമ്പാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് പയ്യപ്പള്ളി അന്നംകുട്ടി വറീദ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. ഞങ്ങൾ 9 മക്കളാണ്. ആ 9 മക്കളിൽ ഏറ്റവും മൂത്തതാണ് ഞാൻ. എൻ്റെ ഭാര്യ ടീച്ചറാണ്. ചമ്പന്നൂർ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 3 പെൺകുട്ടികളാണ്. 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മയും അപ്പനും വളരെ കരുതലോടുകൂടി ഞങ്ങളെ വളർത്തുകയും പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലും അമ്മയും അപ്പനും ഒരേ രീതിയിൽ ഞങ്ങളെ വളർത്തി പഠിപ്പിച്ച് നല്ല സാധാരണ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പഠിച്ച് ഞങ്ങളെല്ലാവരും ഗൾഫിൽ പോയി വളരെ നല്ല രീതിയിൽ ഞങ്ങളിപ്പോഴും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ വീടുകളിൽ ബർത്ത്ഡേ ഓരോരുത്തരുടെയും മാറി മാറി ആഘോഷിച്ച് വളരെ നല്ല രീതിയിൽ സൗഹാർദ്ദമായ രീതിയിൽ ഓരോ ഇത്രയും മക്കളും 9 മക്കളും അതിനകത്ത് 2 പേര് മരിച്ചുപോയി. ബാക്കി 7 മക്കളും അവരുടെ കുട്ടികളും പേരക്കുട്ടികളും അടങ്ങുന്ന 41 മക്കളുണ്ട് ഞങ്ങൾ മൊത്തം. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും വളരെ ആത്മാർത്ഥതയോടും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. 40 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ആ 40 വർഷം മുമ്പ് ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ അമ്മ എന്നെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് സ്വീകരിച്ചത്. പിന്നെ അമ്മയുടെയും അപ്പൻ്റെയും പ്രാർത്ഥനാ ജീവിതം എൻ്റെ ആത്മീയ ജീവിതത്തിന് ഉണർവേകിയിട്ടുണ്ട്. അമ്മയുടെ സ്വയം പ്രേരിത പ്രാർത്ഥനയും മറ്റും എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ അമ്മ ഭക്ഷണങ്ങളെല്ലാം വളരെ നന്നായി പാകം ചെയ്യുകയും അതിഥി സൽക്കാരത്തിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ അമ്മയെ സഹായിച്ച് നിന്നാൽ മതിയായിരുന്നു. കൂടാതെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ TTCക്ക് പഠിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ വളരെ സന്തോഷത്തോടെ, മോളെ ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം, നീ പൊക്കോ, വളരെ സന്തോഷത്തോടെയാണ് അമ്മ അത് സ്വീകരിച്ചത്.
അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയും ഈ മക്കൾക്ക്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് 3 വർഷമാകുമ്പോഴാണ് എനിക്കൊരു മോനാണ് ഉള്ളത്. മോൻ വിവാഹം കഴിച്ച് 2 കുട്ടികളും ഭാര്യ അവർ ഓസ്ട്രേലിയയിലാണ്. ഞാൻ വളരെ സന്തോഷവതിയായിട്ടാണ് ഈ കുടുംബത്തിൽ വന്നു കയറിയത്. എല്ലാ അനിയന്മാരും അവരുടെ സംസാരവും എല്ലാം വളരെ സന്തോഷകരമാണ്. ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അതുപോലുള്ളൊരു കുടുംബജീവിതമാണ് ഇവിടെ എല്ലാവരുമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അമ്മയാണെങ്കിൽ മക്കളെയൊക്കെ വളർത്താനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടൊരു അമ്മ തന്നെയാണ്. ഒത്തിരി കഷ്ടപ്പെട്ടേക്കണ അമ്മയാണ്. ഞാൻ ഈ കുടുംബത്തിലെ 3ാമത്തെ മകനാണ്. പേര് ജോസ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഹെൽബി എന്നാണ്. ഇത് മൂത്ത മകളുടെ പേര് എയ്മി. പിന്നെ മകൻ ഒരാൾ ഡോൺ, അവൻ്റെ ഭാര്യയുടെ പേര് അഞ്ജു. പിന്നെ അമ്മേനെ കുറിച്ച് പറയാനുള്ളത്, ഒരേ ചരടിൽ കൊടുത്തിയ കൊന്തമണി പോലെ 10 പേരെയും, അതായത് അപ്പനെ ഉൾപ്പെടെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇന്ന് വരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 1989 ഞങ്ങളുടെ മാരേജ്. ഞാൻ തറവാട്ടിൽ 8 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ 3 മരുമക്കളെയും, അന്ന് ഞങ്ങൾ 3 മരുമക്കളാണ് ഇവിടെ എത്തിയിരുന്നത്. 3 മരുമക്കളെയും വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് കൊണ്ടു നടന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പപ്പയുടെയോ അല്ലെ മമ്മിയുടെയോ ഗുണം കൊണ്ടല്ല, നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ ഉന്നതിയിലേക്ക് എത്തിയതെന്നാണ് എപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് പറയാറ്. 40 വർഷമായി ഞാൻ വ്രതവാഗ്ദാനം സ്വീകരിച്ചിട്ട്. എൻ്റെ ഈ സന്യാസ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ അപ്പനും അമ്മയുമാണ്. അപ്പൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ STSM സഭയിൽ ചേർന്നിട്ട് ആദ്യവ്രതം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അമ്മ ഈ നാട്ടിലെ ഒരു വൊക്കേഷൻ പ്രൊമോട്ടറായി. ഈ സഭയിലേക്ക് സിസ്റ്റർ ഷൈനി വർഗീസ്, സിസ്റ്റർ റോസ്മി, എൻ്റെ അഞ്ചത്തി സിസ്റ്റർ ലിജി പയ്യപ്പിള്ളി, സിസ്റ്റർ നെജി, അവരൊക്കെ, സിസ്റ്റർ ഷാൻഡി, അവരൊക്കെ ഈ സന്യാസ ഭവനത്തിലേക്ക് വരാൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മ പറയും, ആനിപോയ മഠം നല്ല മഠമാണ്, ആ മഠത്തിലേക്ക് മക്കൾ പൊക്കോ മക്കളെ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചത് അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു കാലത്ത് സാധിക്കാതിരുന്ന സ്വപ്നമാണ് ഈ നാട്ടിലുള്ള മക്കളെ സന്യാസത്തിലേക്ക് പറഞ്ഞു വിട്ട് ആ ദൈവവിളിയിൽ പ്രോത്സാഹനം നൽകി ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഞാൻ 6ാമത്തെ മകനാണ്. എൻ്റെ പേര് പൗലോസ് എന്നും വിളിക്കും, പാലി എന്നും വിളിക്കും. എൻ്റെ വൈഫ് ജിനി, വീട് കറുകുറ്റി. എനിക്ക് 2 മക്കളാണുള്ളത്. മകൻ കാനഡയിൽ പഠിക്കാൻ പോയേക്കണു, മകള് ബെർലിൻ്റെ കോച്ചിങ്ങിന് പോയേക്കണു. അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ കഷ്ടതയിൽ, സങ്കടത്തിൽ, സന്തോഷത്തിൽ ഞങ്ങൾ വളർത്തി ഈ എല്ലാവരെയും ഈ രൂപത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 25ാമത്തെ വർഷമാണ് ഇപ്പം. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ ഒരു ഭക്ഷണം ഉണ്ടാക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ കുടുംബമാണ്, ഒത്തിരി ആളുകളുണ്ട്. ഞാനൊരു ചെറിയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു, ഞാൻ എല്ലാവരുമായിട്ട് മിങ്കിളായി. അമ്മയുടെ ഓരോരോ കാര്യങ്ങൾ, അമ്മയുടെ പ്രാർത്ഥന, അപ്പനും അമ്മയും കൂടിയുള്ള പ്രാർത്ഥന, അതേപോലെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാ മക്കളെയും ഒരേപോലെ അമ്മ കണ്ട് സ്നേഹിച്ചാണ് എല്ലാവരും കൊണ്ടു നടന്നിട്ടുള്ളത്. എൻ്റെ പേര് സോഫി. ഞാൻ അമ്മയുടെ 7ാമത്തെ മകളാണ്. എന്നെ കോട്ടയത്തേക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ ഒപ്റ്റിക്കൽ ഷോപ്പ് നടത്തുന്നു. എൻ്റെ ഹസ്ബൻഡ് ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തു. 2 മക്കളാണ്. മൂത്ത മകൾ എൻ്റെ ഒപ്പമുണ്ട്. 2ാമത്തെ മകൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, 10th-ലാണ്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ
അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മ നല്ല ഹാർഡ് വർക്കാണ്. അതോടൊപ്പം തന്നെ പഠിക്കുന്ന കാര്യത്തിലായാലും ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ കൂടി പഠന കാര്യത്തിൽ അമ്മ എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൃഷി കാര്യത്തിലായാലും പണിക്കാരുടെ ഒപ്പം തന്നെ അമ്മയും ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ കൃഷിയുടെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ മക്കളും നല്ല ഹാർഡ് വർക്കേഴ്സാണ്. പിന്നെ അമ്മ ഞങ്ങൾ കാറ്റീസിനൊക്കെ പോകുമ്പോൾ ഏത് പെരുന്നാളിന് പോയാലും അമ്മയുടെ നിർബന്ധം പെരുന്നാൾ കഴിഞ്ഞേക്കാൻ മുന്നേ വന്ന് കാറ്റീസത്തിൽ അറ്റൻഡ് ചെയ്യണമെന്നാണ്. ഞാൻ 1ാം ക്ലാസ് തുടങ്ങി കാറ്റീസം ക്ലാസ്സിൽ 10th വരെ ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ കാറ്റീസം ക്ലാസ്സുകളിലും സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ്. 25 വർഷമായിട്ട് ഞാൻ ഉക്രൈനിലാണ്. എൻ്റെ ദൈവവിളിയുടെ കാരണം അല്ലെങ്കിൽ എനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ അമ്മ തന്നെയാണ്. എനിക്ക് അമ്മയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒത്തിരി അഭിമാനമാണ്, ഒത്തിരി നന്ദിയുണ്ട്. അപ്പൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഔസേ പിതാവ് കഴിഞ്ഞ അടുത്ത നീതിവാൻ കൊളുവൻ വറീത് എന്ന് വെച്ചാൽ എൻ്റെ അപ്പനാണ് എന്നാണ് അമ്മ അപ്പനെ പറ്റി പറയുക. അപ്പൻ വളരെ അധികം സംസാരിക്കില്ല, വളരെ നിശബ്ദനാണ്, ഒരു ക്ഷമയുടെ മാതൃകയാണ് അപ്പൻ. അപ്പൻ എപ്പോഴും പറയാറുണ്ട്, 1-2 കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം പറയാറുണ്ട്, താണ നിലത്തെ നീരോടൂ, അവിടെ ദൈവം കൃപ ചെയ്യൂ. മക്കളെ എളിമയുള്ളവരായിരിക്കുക, അത് അപ്പൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പിന്നെ അപ്പം പറയുന്നതാണ്, വായ കീറിയ ദൈവത്തിന് വയറ് നിറയ്ക്കാനായിട്ട് അറിയാം. ആ ഒരു ഇത് ഇന്നും ഞങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മാത്രമാണ് ഞങ്ങളുടെ ഉക്രൈൻ കമ്മ്യൂണിറ്റി ഇന്നത് റീജിയനാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനൊരു റീജിയൻ ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് എൻ്റെ ഉള്ളിൽ ആ വിത്ത് പാകിയത് അപ്പനാണ്. എനിക്കെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ അപ്പൻ്റെയിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയത് മാത്രമാണ്. ഞാൻ വീട്ടിലെ 9ാമത്തെ ആളാണ്. എൻ്റെ പേര് മാർട്ടിൻ, എല്ലാവരും കുട്ടൻ എന്ന് വിളിക്കും. ഇതെൻ്റെ ഭാര്യ വിനീത, മകൻ രോഹിത്, മകൾ റിയ. ഞാൻ ഒരു ട്രാവൽ ഏജൻസി നടത്തുകയാണ്. ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നാണ് എൻ്റെ ഏജൻസിയുടെ പേര്. മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ പറയുക. വീട്ടിലെ അമ്മ ആദ്യത്തെ മതാധ്യാപികയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്, ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് നമ്മൾ അമ്മയിൽ നിന്നാണ്. അമ്മ ഒരു ടീച്ചറും കൂടിയാണ്. നമ്മുടെ മതപരമല്ലാത്ത വിദ്യാഭ്യാസത്തിൻ്റെ നമ്മളെങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, നമ്മൾ എന്തായി തീരണം, നമ്മളെങ്ങനെ ആയിരിക്കണം എന്നെല്ലാം നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. എൻ്റെ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന വഴികളിലൂടെയും ഞങ്ങൾക്ക് കാണിച്ചു തന്ന പാതയിലൂടെയാണ് ഞങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും എന്തായിരിക്കുന്നുവോ അതെല്ലാം ഞങ്ങളുടെ മാതാപിതാക്കളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. ഞാനിവിടെ വന്ന് കയറുമ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 മക്കളും ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ ഇത്രയും വലിയൊരു കുടുംബത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് എൻ്റെ അപ്പനും അമ്മയും ചോദിച്ചിരുന്നു. പക്ഷേ ടു മൈ സർപ്രൈസ് എന്നെ ഇവിടെ ഓരോരുത്തരും ഒരു സ്വന്തം അനീതിയായിട്ടാണ് കണ്ട് സ്വീകരിച്ചത്. അമ്മ സ്വന്തം മോളായിട്ടും വളരെ വെൽക്കമിങ് ആയിട്ടാണ് സ്വീകരിച്ചത്. ഇവിടുത്തെ എന്ത് കൂട്ടായ്മയിലും അമ്മ വളരെ സ്നേഹമായിട്ടാണ് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുക. ഏറ്റവും അതിശയം തോന്നിയേക്കണത് അമ്മയുടെ ഷെയറിങ് ആണ്. അതിൻ്റെ ഒരു തമാശ രീതിയിൽ കാണുകയാണെങ്കിൽ ആരും അമ്മയ്ക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കും. ആര് കൊടുത്താലും കുറച്ചാൾ കഴിയുമ്പം മരുമക്കൾ ബാക്കിയുള്ളവരെന്നോട് ചോദിക്കും, അമ്മയ്ക്ക് പുതിയ ഷോൾ ഉണ്ടല്ലോ, അമ്മയ്ക്ക് പുതിയ ചട്ടയുണ്ടല്ലോ, മുണ്ടുണ്ടല്ലോ. ഒന്നും കാണാനുണ്ടാവില്ല. കാരണം അമ്മ ഞങ്ങളില്ലാത്തപ്പോൾ ആർക്കെങ്കിലും അത് ദാനം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫങ്ഷനോ ഒരു ആവശ്യമോ വരുമ്പോൾ അമ്മയ്ക്കിടാൻ നല്ല ഡ്രസ്സ് നമ്മൾ വേറെ മേടിക്കാൻ നിൽക്കണം, കാരണം അമ്മ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അമ്മയുടെ ആ ഒരു ഭയങ്കര ഷെയറിങ് ആൻഡ് ഗിവിങ് നേച്ചറാണ്. അത് ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. I am Anu Chako, working as assistant professor in Little Flower Institute of Medical Science and Research Center. ഞാൻ അമ്മയുടെ ഏറ്റവും മൂത്ത ചൈൽഡാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ഷെറിൻ പൗലോസ്. ഈസ് എ ബിസിനസ് മാൻ
ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. ജോൺ പോൾ, ജോൺ ഇന്നിപ്പോൾ എത്തിയിട്ടില്ല. ദിസ് ഇസ് സാവിയോ ആൻഡ് ദിസ് വൺ ഇസ് ലിസ് മറിയം ഷെറിൻ. ജോൺ 9-ൽ, സാവിയോ 8-ൽ ആൻഡ് ലിസ് പഠിക്കുന്നത് UKG-യിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ ഫാമിലിയിൽ 12 ഗ്രാൻഡ് ചിൽഡ്രനും ആൻഡ് 9 ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനുമാണ് ഉള്ളത്. അപ്പം എനിക്ക് അമ്മേനെ പറ്റി ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കാണ്. കാരണം ഞാനാണ് അമ്മയുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത്. ഞാനിപ്പോഴും ഇപ്പം എൻ്റെ തൊട്ട് താഴെയുള്ള അനിയത്തി ഉണ്ടാവുന്ന സമയത്ത് മമ്മി ബെഡ് റെസ്റ്റ് ആയിരുന്നു. സോ ഏറ്റവും കൂടുതൽ ഞാൻ അമ്മയുടെ കൂടെ സ്പെയർ ചെയ്തു. ഞാൻ അമ്മയിൽ നിന്ന് ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ളത് അമ്മയുടെ പ്രാർത്ഥന ലൈഫാണ്. സോ അമ്മ അന്ന് ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, നല്ലത് കാണുവാൻ, നല്ലത് പറയുവാൻ, നന്മയിൽ വളരുവാൻ അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ലത് മാത്രം ജീവിക്കുക. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇന്നും ഇൻസ്പയർഡാണ്. എൻ്റെ പേര് ഷെറിൻ എന്നാണ്. അങ്കമാലിയാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ഇവിടുത്തെ മൂത്ത ആൾ, എൻ്റെ ചാക്കോച്ചൻ എന്നത് എൻ്റെ ഫാദറിലോ. ഞാൻ അവിടെ മൂത്ത ആളെയാണ് കിട്ടിയിരിക്കുന്നത്. അനു എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് എന്താ പറയുക, ഫസ്റ്റ് അപ്പൻ ഈ ഫ്രണ്ട് ഇരിപ്പുണ്ടാവും. അമ്മ, അതായത് ഇവരുടെ മുഖം എന്ന് പറയുന്നത് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഫാമിലി ആയാലും ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ഹാപ്പി ആയിട്ട്, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ് അമ്മ. അപ്പോൾ അമ്മയുടെ അപ്പൻ്റെയും കൂടെ ഒത്തിരി പ്രാവശ്യം ഒത്തിരി ചടങ്ങുകളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഓർമ്മകളാണ് എനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ മൂത്ത മകനായ ചാക്കോച്ചൻ്റെ 2ാമത്തെ മോളാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോജോ, ഇത് എൻ്റെ മോൻ ഈദൻ ജോജോ. ഞങ്ങൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അമ്മേനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് എൻ്റെ ഓരോ സമ്മർ വെക്കേഷനുമാണ്. ഞങ്ങൾ എത്ര ആഗ്രഹത്തോടു കൂടെ സമ്മർ വെക്കേഷന് വേണ്ടി ഇവിടേക്ക് കാത്തിരുന്ന് അമ്മയുടെ അടുത്തേക്ക് വരും. അമ്മ ഞങ്ങൾ മാത്രമല്ല, എല്ലാ കസിൻസും ഒരുമിച്ച് വന്ന് എല്ലാവരെയും അമ്മ ഒരേ കുടക്കീഴിൽ നിർത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് വെച്ച് തന്ന് ഞങ്ങളുടെ സമ്മർ വെക്കേഷൻസൊക്കെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിൽ അമ്മയ്ക്ക് നല്ലൊരു കോൺട്രിബ്യൂഷനായിരുന്നു. ആ സ്നേഹവും ആ ഒരു ഒത്തൊരുമയും ഞങ്ങൾക്ക് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനെല്ലാം കാരണം ഏറ്റവും നെടുന്തൂണായിട്ട് അതിനുവേണ്ടി നിന്നത് അമ്മയാണ്. അമ്മയോട് കൂടെ ഒത്തിരി വെക്കേഷൻസ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എൻ്റെ പേര് എയ്മി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സിജോ. ഞങ്ങൾക്ക് 3 മക്കളാണ്, ഡേവിഡ്, ഈഡിത്ത്, ടെസാം. ഈ കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ എന്തും ചെയ്യാൻ വേണ്ടി പറ്റുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ കുടുംബം. ഞാനിവിടെ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പേരക്കുട്ടിയാണ് ഞാൻ. ഇതുവരെ അമ്മയോ അമ്മയുടെ മരുമക്കളോ ഈ മക്കളോ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തൊക്കെ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായാലും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ശരിയായി വരും എന്ന് ഞങ്ങൾക്ക് ഒരു മാതൃക കിട്ടിയത് ഈ കുടുംബത്തിൽ നിന്നാണ്. ഞാൻ റിയ, ഇവിടുത്തെ ഏറ്റവും ഇളയ മോനായ മാർട്ടിൻ്റെ മോളാണ് ഞാൻ. എൻ്റെ ചേട്ടൻ രോഹിത്ത്. ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു 6ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. പിന്നെ വെക്കേഷൻ്റെ ഇവിടെ വരുമ്പോൾ കസിൻസും അമ്മയും അപ്പനായിട്ടൊക്കെ ഉള്ള കുറേ മെമ്മറീസ് ഉണ്ട്. മോസ്റ്റ്ലി ഇവിടെ വരുമ്പോൾ പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. പച്ചമാങ്ങ ഉപ്പും മുളക് ഇട്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരാഴ്ച ഫുൾ എല്ലാ ദിവസവും അമ്മ പച്ചമാങ്ങ ഉപ്പും മുളക് ഇട്ട് തരുമായിരുന്നു. പോണ സമയത്ത് അച്ചാറും കുറേ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാൽ എല്ലാ തവണ വരുന്ന സമയത്ത് അമ്മ ഇട്ട് വയ്ക്കുമായിരുന്നു. അതൊക്കെ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഭയങ്കര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണേ. എൻ്റെ പേര് രോഹിത്, ഇവിടുത്തെ ഇളയ മോൻ മാർട്ടിൻ്റെ മോനാണ്. ഞങ്ങൾ 8ാം ക്ലാസ് വരെ, ഞാൻ 8th വരെ ബഹ്റൈനിലായിരുന്നു. അപ്പോൾ അവിടുന്ന് റിയ പറഞ്ഞോണം എല്ലാ തവണയും വെക്കേഷന് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന സാധനങ്ങളും, ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കി തരും. അതുപോലെ കുറേ സാധനങ്ങൾ അമ്മാമ്മ കുക്ക് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നാളും സംഭവങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പള്ളിയിൽ പോകാൻ നേരത്ത് നീ നേർച്ച ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് പൈസ തരാറുണ്ട്. ഇപ്പം ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കണേ. എപ്പോഴും വിളിക്കുമ്പോൾ അമ്മാമ്മ ചോദിക്കും, നീ എന്നാ വരണേ, കണ്ടിട്ട് കുറേ ദിവസമായല്ലോ, പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ പേര് അന്ന, ഞാൻ സോഫിയുടെ മൂത്ത മോളാണ്. ഞങ്ങളുടെ വീട് കോട്ടയത്താണ്.
അപ്പം എൻ്റെ വെക്കേഷൻ സമയത്ത് ഞാൻ 2 മാസത്തെ വെക്കേഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു 1.5 മാസവും ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അമ്മ കുറേ മിഠായിയും ആ വർഷം ആരൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടോ അവരൊക്കെ കൊണ്ടുവന്ന മിഠായിയിൽ ഒരു ഷെയർ എനിക്ക് വേണ്ടി മാറ്റി വെക്കും. പിന്നെ എനിക്കിഷ്ടമുള്ള ഫുഡ് മാങ്ങാക്കറി അതൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ പോകണ സമയമാകുമ്പോഴത്തേക്കും ഒരു പോക്കറ്റ് മണി എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചില സമയത്ത് പേഴ്സോടെ എടുത്ത് തരാറുണ്ട് അമ്മ. My name is Liz Mariam Sherin. Our grandmother has been a guiding light, source of love and support every family member. Her specialties are warmth and kindness. We are so lucky to have such a grandmother like you. I love you, Amma. Thank you. കുടുംബം ഒരു ഗാനം, സ്നേഹസമ്മാനം. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് പയ്യപ്പള്ളി കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു ഗാനം, സ്നേഹസമ്മാനം. പ്രായമായ മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനം എന്തായിരിക്കണം എന്ന ഒരു നല്ല സന്ദേശം ഇന്നുള്ള പുതിയ തലമുറയ്ക്ക് നൽകുന്നത് ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവാണ്. ആ സന്ദേശം നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കൾ കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അമ്മയുടെ 90ാം ജന്മദിനം ആഘോഷിക്കാനാണ് ഞങ്ങളെല്ലാവരും ഇന്നോട് കൂടിയിരിക്കുന്നത്. അമ്മയുടെ മക്കള്, പേരക്കൊച്ചുങ്ങൾ, അവരുടെ മക്കൾ, അങ്ങനെ 41 പേരടങ്ങുന്ന ഒരു വലിയ കുടുംബമാണ് ഞങ്ങൾ. Happy birthday
birthday to you. പ്രിയ സഹോദരങ്ങളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു. സ്വർഗത്തിൻ്റെ ഒരനുഭവം ഭൂമിയിലുണ്ടാവുക. അതിനാണ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതും പർദീസായിലാക്കിയതും. പക്ഷെ ആ ദൈവത്തിൻ്റെ സ്വപ്നം ആദം തകിടം മറിച്ചു, ഹവ്വായും ചേർന്ന്. അന്ന് തകിടം മറിഞ്ഞ ആ സ്വർഗതുല്യമായ അനുഭവം വീണ്ടും കിട്ടിയത് തിരുക്കുടുംബത്തിലാണ്. ഇതാ ഇവിടെ ഒരു തിരുക്കുടുംബം, 9 മക്കൾ. ആ 9 മക്കളെ ദൈവം ഈ അമ്മയാണ് ഏൽപ്പിച്ചത്. അമ്മയെ ഏൽപ്പിച്ചത് ദൈവത്തിനു വേണ്ടി വളർത്താനാണ്. വാസ്തവത്തിൽ ദൈവത്തിനു വേണ്ടി തന്നെയാണ് വളർത്തിയത്. 2 മക്കൾ അതിൽ സന്യാസിനികളായി മിഷൻ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, മക്കളെല്ലാവരും ഈ അമ്മ പഠിപ്പിച്ചതിനേക്കാൾ ജീവിച്ച് കാണിച്ചു കൊടുത്ത പാഠങ്ങൾ, ചില മൂല്യങ്ങൾ, വിശ്വാസ ജീവിതം, എങ്ങനെ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരണം, സ്നേഹത്തിൻ്റെ ജീവിതം എന്തായിരിക്കണം, പങ്കുവയ്ക്കുന്നത് അനുഭവം, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിക്കുന്നത്, ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിക്കുന്നത് എല്ലാം കുടുംബത്തിലാണ്. അങ്ങനെ ഒരു നല്ല കുടുംബം രൂപപ്പെടുത്തിയെടുത്തു ഈ അമ്മ. ഈ അമ്മയും അതുപോലെ തന്നെ 5 വർഷം മുമ്പ് മരിച്ചുപോയ വറീദി ചേട്ടൻ, ഈ 2 പേരും ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി, പ്രത്യേകിച്ച് അമ്മ ഇന്ന് വിളക്കായി ജീവിക്കുന്നു. 90 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. ഈ മാതാപിതാക്കന്മാരിൽ ജനിക്കാനിടയായത് മഹാഭാഗ്യമായി കരുതുന്ന മക്കൾക്കും, അതിനേക്കാൾ കൂടുതൽ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടികൾക്കും ഈ പയ്യപ്പള്ളി കുടുംബത്തിന് ഗുഡ്നസ് TV-യുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന മറ്റൊരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.